നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. അപ്പോൾ ഞാൻ ദീപാവലി അധികം ആഘോഷിച്ചിട്ടില്ല. അധികം എന്നല്ല, ഞാൻ ശരിക്കും ആഘോഷിച്ചിട്ടില്ല. ഞാൻ ബേസിക്കലി തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ അങ്ങനെ ദീപാവലി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് തിരിയൊക്കെ കൊളുത്തി ഇത് ചെയ്യുന്നല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ദീപാവലി ഇത്ര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. കൂടുതലും സതേൺ കേരളയ്ക്കാണ് കൂടുതലും ദീപാവലിയൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ദീപാവലി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ളൊരു അൺബോക്സിങ് കം ദീപാവലി സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് നല്ല വെയിറ്റുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വന്നിട്ടുള്ളത് ഹൊസൂറിൽ നിന്നാണ്. അപ്പോൾ ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ അടുത്ത് ഏറ്റവും ഭയങ്കര ബൾക്കായിട്ടൊക്കെ ഈ പടക്കം, കമ്പിത്തിരി മുതലായ ഐറ്റംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം ഹൊസൂരാണ്. പക്ഷെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ദീപാവലി ഭയങ്കര ഇങ്ങനെ പറയാം തലക്കി പിടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ശിവകാശി വരെ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരാറുണ്ട്. അപ്പോൾ ശിവകാശി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്താ പറയുക, ഫേമസ് ഫോർ ക്രാക്കേഴ്സ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഹൊസൂരാണ്. ഹൊസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സാധനങ്ങൾ. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളൊക്കെ ഉള്ളൊരു ബോക്സ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് 60 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ അവൻ തന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ സംഭവം എന്നുള്ളത് നമുക്ക് തുറന്നു പോകും. അപ്പോൾ ഇതിന്റെ സൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ കത്തിക്കാൻ നമുക്ക് സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ നമുക്ക് കസരൊന്നും പറ്റില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ വലിച്ചു പൊളിക്കാം. ഒരു ASMR എന്നുള്ള സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതിന് ഇത്രേ ഉള്ളൂ. അൺബോക്സിംഗ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ഇതിനകത്ത് വാരിപ്പൊട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര സാധനം. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങൾ എന്താന്ന് നോക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഐറ്റംസ് ആയിരിക്കും കൂടുതലും. ഏറ്റവും പേടിയുള്ള സാധനമാണ് പടക്കം. എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പടക്കം എവിടെയുണ്ടോ അതിന്റെ ഒരു 10 കിലോമീറ്ററിന്റെ അപ്പുറത്തായിരിക്കും ഞാൻ ഉണ്ടാവും. എനിക്ക് ഭയങ്കര പേടിയ പടക്കം. മാലപ്പടക്കം എനിക്ക് വലിയ പേടിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടുന്ന സാധനം എനിക്ക് പേടിയില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊട്ടുന്ന സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ളത്. ഇതും എന്തോ ഫയർ വർക്കാണ് കേട്ടോ. എന്താ സാധനം അറിയില്ല. ഒന്ന് നോക്കാം. ഞാൻ പറ്റിയ അതിന് ഇതെങ്ങനെയാ പൊട്ടിക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ റെയിൻബോ ഇലക്ട്രിക് സ്റ്റോൺ ചോട്ടാബീം പടക്കം. ഇത് കണ്ടോ, ഈ ഒരു സാധനം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പാമ്പിന്റെ പോലെ ഉണ്ട്, പിന്നിലൊരു തിരിയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ എന്താ പറയാ എലിവാണെന്നൊക്കെ പറയില്ലേ, ആ സാധനം തോന്നുന്നുണ്ട്. ഇത് നോക്ക്, ടിക്ടോക്ക് അല്ല ടിക്ടാക്ക്. ഞാൻ ഇപ്പൊ തുമ്മും, എനിക്കിതൊക്കെ ഭയങ്കര അലർജിയാ. ഇത് ഷവർ. ഇത് മറ്റേ സാധനം, ഈ സംഭവം നൈസപ്പൂ. ഇത് ബുള്ളറ്റ് ബോംബ് എന്നൊക്കെ പറയുന്നത് എന്ത് സാധനമാവും എനിക്കറിയില്ല. ഇത് മറ്റേ സാധനമാണ്, മറ്റേ എന്ന് പറഞ്ഞ കൂട്ടില്ലേ, ആ സാധനം. പിന്നെ തലച്ചക്രമുണ്ട്, പാമ്പ് ഗുളിക. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഒച്ചയും ബഹളമില്ല. ഇത് ക്യാമറേന്റെ ഫ്ലാഷ് ലൈറ്റ് പോലത്തെ ഒരു സാധനം കേട്ടോ. നോക്കിയേ, ഇതൊന്നും സാധനം എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെ എവിടെ വെച്ച് പൊട്ടിക്കാൻ പറ്റിയ. അവസാനം സ്ഥലമൊക്കെ മാറി പൊട്ടാൻ തുടങ്ങിയിരുന്നു. ഫ്ലവർ ഡ്രോപ്സ്. ഇതൊക്കെ മറ്റേ മേശപ്പൂവിന്റെ വെറൈറ്റീസ് അതൊന്നും. ഇത് കളർ മാച്ചസ്. ഇത് അയ്യോ, ഇപ്പൊ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുക മാത്രമായിട്ടായിരിക്കും ചാൻസ് ഉണ്ടാവുക. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് തള്ളി മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. വേണ്ട, ഇവിടെ വലിയ ഇരുന്നിട്ടുണ്ട്. ഞാനിത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം, ലാസ്റ്റ് കാണിക്കാം. ഇത് മറ്റേ കമ്പിത്തിരി. ഇത് മറ്റേ മേലെ പോയിട്ട് പൊട്ടുന്നുണ്ട്, അമ്മിട്ടോ ആ സാധനം, അതാണിത്. വലിയ കാര്യത്തിൽ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ വെച്ച് കത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു ഐഡിയ ഇല്ല. മിക്കവാറും ടെറസിൽ തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ നടുറോട്ടിലിട്ട് കത്തിക്കും. ഇവിടെ എല്ലാവരും നടുറോട്ടിലാണ് കത്തിക്കാറ്. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. ഇതൊക്കെ ക്യാമറ, ഫോട്ടോ ഫ്ലാഷോ, ഇതെങ്ങനെ കത്താന്ന് എനിക്കറിയാം. പിന്നെ ഇത് മറ്റേ റോൾ ക്യാപ്സ്, മറ്റേ സാധനം നമ്മുടെ തോക്കിനകത്തൊക്കെ വെച്ചിട്ട് പൊട്ടിക്കില്ലേ, അത് തന്നെ സാധനം. ഈ സാധനം അതൊക്കെ ഇതിനകത്തുണ്ട്. അയ്യോ, അതിന്റെ തോക്ക് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സാധനം ഇല്ലായിരുന്നു അതിനകത്ത്. നോക്കാം, ലെറ്റ്സ് സീ. ഇത് കണ്ടോ, അസോർട്ടഡ് കാർട്ടൂൺ.
ഇങ്ങനത്തെ സാധനമില്ല. ഇപ്പൊ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു പിക്ചർ ഉണ്ട് കാർട്ടൂണിന്റെ, അതിനൊരു തിരിയുണ്ട്. അപ്പൊ ഇവിടെ തിരിയിൽ തീ കൊളുത്തുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുക. അതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ പറ്റിയ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കാണിച്ചു തരാം, ഓരോന്നും എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ജീംബൂമ്പ. ഇത് എല്ലാത്തിന്റെയും പേരുകൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ജീംബൂമ്പ ഉള്ള പൊടി മൊത്തം എന്റെ മൂക്കിക്കാ പോണേ. ഇത് ഇത് മറ്റേ പാമ്പുളിയോ പോലത്തെ എന്താ സംഭവമാണ് കേട്ടോ. വിശപ്പും കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത് ഇപ്പൊ നിങ്ങളെ കാണിക്കണം എന്ന് നോക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളില്ല, ക്യാമറേന്റെ സംഭവം, പിന്നെ ആ ട്രെയിനിന്റെ സംഭവം, അതൊക്കെ ഞാൻ എന്തായാലും കാണിക്കാട്ടോ. ഐറ്റംസ് ഇതാണ് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള തോന്നിയൊരു സാധനം. അത് ട്രെയിൻ ഉണ്ട്, പിന്നെ കണ്ടോ കടുവയൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ, അത് നിലത്ത് കിടന്ന് ഓടുന്നു. ഇതിനകത്ത് വാർണിംഗ് എഴുതിയിട്ടുണ്ട്, എന്താ ഫ്ലെയിമബിൾ മൂവ്സ് ടാസ്ലി ഓൺ ദ ഗ്രൗണ്ട് സർഫേസ്, ലൈറ്റ് ദ ഫ്യൂസ് ആൻഡ് ഗെറ്റ് അവേ, യൂസ് ഓൺലി അണ്ടർ അഡൽട്ട് സൂപ്പർവിഷൻ, ഫോർ ഔട്ട്ഡോർ യൂസ് ഓൺലി. അപ്പോൾ ഈ സാധനം നിലത്ത് കിടന്ന് ഓടും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ കിടന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കത്തിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, പരീക്ഷയൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ എന്താ പറയാ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരീക്ഷിക്കുന്ന വീഡിയോ നമ്മൾ വഴി കാണുന്നതായിരിക്കും. जाएगा जो मतलब वो साउंड है ना അങ്ങനെ അയ്യോ 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 ഇത് ഫുള്ള് ദുരന്തമുണ്ടോ? സൈക്കോ ക്യാമറ പോലത്തെ സാധനം. Oh, camera. Camera. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. हाँ, बढ़िया, मैं पहले बार देख रही हूँ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദിവാലി.